ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഗിരിജ. TPES ട്രേഡിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. സോളാർ ഇൻവെർട്ടർ എന്ന മോഡ്യൂളിൻ്റെ പാർട്ട് 3ൽ വരുന്ന PV സോളാർ ഇലക്ട്രിക് സിസ്റ്റം കമ്പോണൻസ് എന്ന ലെസനാണ് ഇന്നത്തെ പ്രസൻറ്റേഷൻ. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോണിക് കമ്പോണൻ്റായ PV സെല്ലിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയല്ലോ. ഇന്ന് സോളാർ പവർ പ്രയോജനപ്പെടുത്തുന്നതിനായി PV സെല്ലുകൾ എങ്ങനെ ക്രമീകരിക്കാമെന്നും അതിനോടനുബന്ധിച്ച് ആവശ്യമുള്ള മറ്റു ഡിവൈസുകളെക്കുറിച്ചും മനസ്സിലാക്കാം. സോളാർ ഇലക്ട്രിക് സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്ട് സോളാർ പാനലാണല്ലോ. സോ we can start with PV cell. An individual PV cell is usually small, typically producing about 1 or 2 watts of power. ഒരു PV cell എന്ന് പറയുന്നത് ചെറിയ ഒരു ഡിവൈസാണ്, ഇലക്ട്രോണിക് കമ്പോണൻ്റാണ്. അതിന് ഏകദേശം 1-2 വാട്ട്സ് പവർ മാത്രമേ തരാൻ സാധിക്കുന്നുള്ളൂ. അതായത് ഏകദേശം 0.5 to 0.6 വോൾട്ടാണ് ഈ PV സെല്ലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ കൂടുതൽ വോൾട്ടേജ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ പവർ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനെ സീരീസ് ആയിട്ടും പാരലലായിട്ടും ഒക്കെ കണക്റ്റ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ നമ്മുടെ ഒരു സെല്ല് ഫോട്ടോ വോൾട്ടായിക് സെല്ലാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു സോളാർ സെല്ലിനെ കൊണ്ട് നമുക്ക് ആകെ 1 വാട്ട് അല്ലെങ്കിൽ 2 വാട്ട്. വോൾട്ടേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 0.5 വോൾട്ട്. ടു ബൂസ്റ്റ് ദ പവർ ഔട്ട്പുട്ട്, നമ്പർ ഓഫ് PV സെൽസ് ആർ കണക്റ്റഡ് ടുഗദർ ടു ഫോം ലാർജർ യൂണിറ്റ്സ് കോൾഡ് മോഡ്യൂൾസ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് മോഡ്യൂൾ. അപ്പോൾ നമുക്ക് ഒരു സെല്ല് കൊണ്ട് 1 വാട്ട് അല്ലെങ്കിൽ 0.5 വോൾട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം സെല്ലുകൾ ഒരുമിച്ച് ചേർത്തി മോഡ്യൂളുകൾ ഉണ്ടാക്കുന്നു. സാധാരണ സ്റ്റാൻഡേർഡായിട്ട് 36 സെല്ല്, 60 സെല്ല്, 72 സെല്ല് എന്നിങ്ങനെയാണ് സ്റ്റാൻഡേർഡ് മോഡ്യൂളുകൾ ലഭ്യമാവുന്നത്. ഇനി ഒരു മോഡ്യൂൾ ഉപയോഗിച്ചും നമുക്ക് ആവശ്യമായ വോൾട്ടേജ് ലഭ്യമാവില്ല, ആവശ്യമായ പവർ ലഭ്യമാവില്ല. അപ്പോൾ നമ്മൾ ഒന്നിലധികം മോഡ്യൂളുകൾ ചേർത്തി പാനലുകൾ ഉണ്ടാക്കുന്നു. മോഡ്യൂൾസ് ക്യാൻ ബി കണക്റ്റഡ് ടു ഫോം ഈവൻ ലാർജർ യൂണിറ്റ്സ് കോൾഡ് പാനൽസ്. നമ്പർ ഓഫ് സെൽസ് ചേർന്നിട്ട് മോഡ്യൂളും, നമ്പർ ഓഫ് മോഡ്യൂൾസ് ചേർന്നിട്ട് നമുക്ക് പാനലും. ഇനി സഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ പാനൽസ്, സോളാർ പാനൽസ് ഒന്നിലധികം ക്രമീകരിക്കുകയാണെങ്കിൽ അതിനെ അറേസ് എന്ന് പറയുന്നു. ഇതാണ് പാനൽ. പാനൽസ് ക്യാൻ ബി ഇൻ്റർകണക്റ്റഡ് ടു പ്രൊഡ്യൂസ് മോർ പവർ ഈസ് കോൾഡ് അറേസ്. നമ്മൾ ഒന്നിലധികം മോഡ്യൂൾ ചേർന്നാൽ പാനലായി, ഒന്നിലധികം പാനലുകളെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറേസ് എന്ന് പറയാം. എന്തിനാണ്? മോർ പവർ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അറേസ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അറേസ്. Okay. In this way, PV system can be built to meet almost any electric power need, small or large. ഈ തരത്തിൽ നമുക്ക് ചെറിയതും വലുതുമായ ഏത് ഇലക്ട്രിക് പവറും കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്ക് സോളാർ ഇലക്ട്രിക് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ബ്ലോക്ക് ഡയഗ്രാം മീൻസ് അതിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോളാർ പാനൽസ് കൺവേർട്ട് സൺലൈറ്റ് ഇൻടു DC ഇലക്ട്രിസിറ്റി. നമുക്കറിയാവുന്ന കാര്യമാണ്. സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം മോഡ്യൂളുകൾ ചേർന്നതാണ്. അപ്പോൾ സോളാർ പാനൽ ഉപയോഗിച്ചിട്ട്, അതായത് സോളാർ സെല്ലായാലും മോഡ്യൂളായാലും പാനലായാലും അറേ ആണെങ്കിലും സൺലൈറ്റിനെ DC ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. SPV സിസ്റ്റത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട
കമ്പോണൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റിയായി കൺവേർട്ട് ചെയ്യുന്നതിനുള്ള സോളാർ പാനൽ വേണം. കൂടുതൽ വേണമെങ്കിൽ സോളാർ അറേസ് വേണം. ഇനി സോളാറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും ലഭിക്കുന്ന ഇലക്ട്രിക് എനർജി നമുക്ക് ആവശ്യമുള്ള സമയത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ബാറ്ററി വേണം. അതായത് ഇറ്റ് ഈസ് സ്റ്റോർഡ് വയ എ ചാർജ് കൺട്രോളർ ഇൻ ടു ബാറ്ററീസ്. അതായത് നമ്മൾ നേരിട്ട് സോളാർ പാനലിൽ നിന്ന് ബാറ്ററിയിലേക്ക് കൊടുക്കാതെ അതിനിടയിൽ ഒരു ചാർജ് കൺട്രോളർ വയ്ക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ചാർജ് കൺട്രോളർ വയ്ക്കുന്നത്? നമുക്കറിയാം, നമ്മൾക്ക് എല്ലാ സമയത്തും ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ PV സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ പാനലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന DC വോൾട്ടേജിൻ്റെ അളവും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വോൾട്ടേജ് കൊടുക്കുന്നതിന് പകരം ഒരു കൃത്യമായ അളവിൽ ബാറ്ററിയുടെ ലൈഫ് കുറയാതെ അതിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാർജ് കൺട്രോളർ വഴി ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. DC loads can be run directly from these batteries. ബാറ്ററിയിൽ നിന്ന് നമുക്ക് നേരിട്ട് DC ലോഡ് പ്രവർത്തിപ്പിക്കാമെങ്കിലും നമ്മുടെ വീടുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ അപ്ലയൻസുകളിൽ ഏറെയും 230 വോൾട്ട് AC-യിൽ പ്രവർത്തിക്കുന്നതായതുകൊണ്ട് തീർച്ചയായും DC വോൾട്ടേജിന് 230 വോൾട്ട് 50 ഹെർട്സിലുള്ള AC-ആയി കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് ഇൻവെർട്ടറും വേണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കേബിൾസ് ഫ്രം ദ ബാറ്ററീസ് ഗോ ടു ആൻ ഇൻവെർട്ടർ വിച്ച് ചേഞ്ചസ് ദ DC ടു AC ടു റൺ ദ ഹൗസ് ഹോൾഡ് ലോഡ്സ്. നമ്മുടെ വീട്ടിലെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് DCയെ AC ആക്കി മാറ്റുന്നതിനായിട്ട് ബാറ്ററിയിൽ നിന്നും കണക്ഷൻ ഇൻവെർട്ടറിലേക്ക് നൽകുന്നു. ഇനി നമുക്ക് ആ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ആദ്യം നമ്മുടെ PV സെല്ലാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സോളാർ പാനൽ കൺവേർട്സ് സൺലൈറ്റ് ഇൻ ടു DC ഇലക്ട്രിസിറ്റി. ഓക്കെ, അത് മനസ്സിലായല്ലോ. സോളാർ പാനൽ എന്തിനാണ്? സൺലൈറ്റിനെ DC വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ സോളാർ പാനലിൽ നിന്ന് ചാർജ് കൺട്രോളറിലേക്ക് കറണ്ട്, അതായത് DC ഇലക്ട്രിസിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ചാർജ് കൺട്രോളിൽ നിന്ന് എവിടെ പോകണം? ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യണം. ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തു. ബാറ്ററി ആ ഇലക്ട്രിസിറ്റിയെ സ്റ്റോർ ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ DC ലോഡിനെ ഇവിടെ നിന്നും ഔട്ട്പുട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യിക്കാം. DC ലോഡ്സ് ക്യാൻ ബി റൺ ഡയറക്റ്റ്ലി ഫ്രം ദ ബാറ്ററീസ്. ഇനി നമ്മുടെ വീട്ടിലെ മറ്റു ഉപകരണങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നതിന് AC വേണം. അതിനു വേണ്ടിയിട്ട് ഇൻവെർട്ടറിലോട്ട് കണക്ട് ചെയ്തു. ഇൻവെർട്ടർ ഈ കിട്ടിയ ബാറ്ററിയിൽ നിന്നുള്ള DC വോൾട്ടേജിനെ AC വോൾട്ടേജ് ആക്കി മാറ്റിയിട്ട് ഔട്ട്പുട്ടിൽ AC ലഭ്യമാക്കുന്നു. Cables from the batteries go to an inverter which changes the DC to AC to run the household loads. Okay. ഒരിക്കൽ കൂടെ ഈ PV മോഡ്യൂൾ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആവശ്യമുള്ള വോൾട്ടേജ് ലഭ്യമാക്കുന്നതിന് PV സെൽസ് സീരീസായും സഫിഷ്യൻറ്റ് കറണ്ട് ലഭ്യമാക്കുന്നതിന് ഈ സീരീസിനെ പാരലലായിട്ടും കണക്ട് ചെയ്യാവുന്നതാണ്. Cells are arranged in series and parallel to get higher voltage and current. Okay. Support structure should be corrosion resistant. അതായത് കൊറോഷൻ വരാതെ നോക്കുന്ന മെറ്റീരിയലാണ് നമ്മൾ സപ്പോർട്ട്, അതായത് PV മോഡ്യൂളിനെ അല്ലെങ്കിൽ സോളാർ പാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അലൂമിനിയോ സ്റ്റെയിൻലെസ് സ്റ്റീലോ ഗാൽവനൈസ്ഡ് മെറ്റീരിയൽസോ നമുക്ക് ഉപയോഗിക്കാം. The design of support structure should allow for
പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഓഫ് ദ മോഡ്യൂൾ ആൻഡ് ടിൽറ്റ്. സപ്പോർട്ട് സ്ട്രക്ചറിൻ്റെ ക്രമീകരണം ആവശ്യാനുസരണം സോളാർ പാനലിനെ ടിൽറ്റ് ചെയ്ത് മാക്സിമം സൺലൈറ്റ് പാനലിലേക്ക് ലഭ്യമാക്കുന്നതിന് കഴിയുന്ന വിധത്തിലായിരിക്കണം. അതായത് ചില ആംഗിളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺലൈറ്റ് പ്രോപ്പറായിട്ട് ലഭിക്കില്ല. അപ്പോൾ നമുക്ക് ഈ സപ്പോർട്ട് സ്ട്രക്ചർ അഡ്ജസ്റ്റ് ചെയ്ത് ടിൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സൺലൈറ്റിനെ മാക്സിമം അതിലേക്ക് പതിപ്പിക്കുന്ന രീതിയിൽ സ്ഥാപിക്കാൻ കഴിയണം. അപ്പോൾ അതിനുള്ള രീതിയിലായിരിക്കണം നമ്മുടെ സപ്പോർട്ട് സ്ട്രക്ചർ ഉണ്ടായിരിക്കേണ്ടത്. ഇതാണ് നമ്മുടെ PV മോഡ്യൂളിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. PV മോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ നിരവധി സെൽസാണ്. അതിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് സ്ട്രക്ചർ വേണം, സപ്പോർട്ട് സ്ട്രക്ചർ വേണം. ആ സപ്പോർട്ട് സ്ട്രക്ചർ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം. ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കുന്നതിനുള്ള ടിൽറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ചാർജ് കൺട്രോളർ എന്താണ്? നമ്മുടെ പാനലിൽ നിന്നും ലഭ്യമാകുന്ന DC വോൾട്ടേജ് ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. സൺലൈറ്റിനനുസരിച്ചിട്ട് വ്യതിയാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന DC വോൾട്ടേജ് നേരിട്ട് ബാറ്ററിയിലേക്ക് നൽകുന്നത് ബാറ്ററിയുടെ ലൈഫ് കുറയ്ക്കാനിടയാകും. ഇതിനുള്ള ഒരു ഉപായമാണ് ചാർജ് കൺട്രോളർ. To manage a rapid yet safe recharge under a very diverse range of system conditions. അതായത് ബാറ്ററിയെ സേഫ് ആക്കിക്കൊണ്ട് എളുപ്പത്തിൽ ചാർജ് ചെയ്യാവുന്നതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റാണ് ചാർജ് കൺട്രോളർ. അങ്ങനെ ബാറ്ററിയുടെ ലൈഫും സിസ്റ്റത്തിൻ്റെ വിശ്വാസ്യതയും ചാർജ് കൺട്രോൾ ഉറപ്പു നൽകുന്നു. ബാറ്ററി നമ്മൾക്ക് വളരെ സുപരിചിതമാണ്. സാധാരണയായിട്ട് നമ്മൾ ഓട്ടോമൊബൈൽ ബാറ്ററീസായ ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് സോളാർ ഇൻവെർട്ടർ സിസ്റ്റത്തിൽ. ഇത് മറ്റുള്ളവയെ അപേക്ഷിച്ച് ചീപ്പാണ്, അതേപോലെ എളുപ്പത്തിൽ അവൈലബിളുമാണ്. ലെഡ് ആസിഡ് ബാറ്ററി or automobile battery is most commonly used. It is cheap and readily available. Ideally, solar electric system should use deep cycle lead acid batteries. Deep cycle lead acid ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന കാരണം അതിൽ തിക്കർ പ്ലേറ്റ്സും ഇലക്ട്രോലൈറ്റ് റിസർവറും ഉള്ളതുകൊണ്ട് ബാറ്ററിയുടെ ലൈഫിന് കാര്യമായ കുഴപ്പം വരാതെ തന്നെ ഡീപ്പ് ഡിസ്ചാർജ് സാധ്യമാവും. Thicker plates and more electrolyte reserves allow for deep discharge without seriously reducing the battery life, ensures about 10 years battery life. അതായത് ഡീപ്പ് സൈക്കിൾ ബാറ്ററി ഉപയോഗിച്ചാൽ ഡീപ്പ് ഡിസ്ചാർജിങ് നടന്നാൽ തന്നെയും ബാറ്ററിയുടെ ലൈഫിന് കാര്യമായ കുഴപ്പം വരുത്തില്ല. ഡീപ്പ് സൈക്കിൾ ബാറ്ററിക്ക് 10 വർഷത്തിൽ കൂടുതൽ ലൈഫാണ് എൻഷുർ ചെയ്യുന്നത്. ഇനി ഇൻവെർട്ടർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് എന്താണ്, നമ്മുടെ ഇലക്ട്രിക് അപ്ലയൻസുകളായ ഫാന്, TV, ഫ്രിഡ്ജ് തുടങ്ങിയവ ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ 230 വോൾട്ട് 50 ഹെർട്സ് AC വോൾട്ടേജ് ആവശ്യമാണ്. സോ ഇൻവെർട്ടർ ഉപയോഗിച്ച് നമുക്ക് സോളാർ പാനലിൽ നിന്നും ലഭിച്ച DC വോൾട്ടേജിനെ 230 വോൾട്ട് 50 ഹെർട്സ് ആക്കി മാറ്റുന്നതിന് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സോളാർ ഇലക്ട്രിക് സിസ്റ്റം നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം. KSEBയുടെ ലൈനുമായിട്ട് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ലൈനുമായിട്ട് ബന്ധിപ്പിക്കാത്ത സിസ്റ്റത്തിനെയാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഗ്രിഡ് ടൈഡ് സിസ്റ്റം. ഇത് KSEB അതായത് ഗ്രിഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള സിസ്റ്റത്തിനെയാണ് ഗ്രിഡ് ടൈഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഹൈബ്രിഡ് സിസ്റ്റത്തിലാണെങ്കിൽ മൂന്നാമത്തെ സിസ്റ്റമാണ് ഹൈബ്രിഡ് പവർ സിസ്റ്റം. നോർമലി ഹൈബ്രിഡ് പവർ സിസ്റ്റം എന്ന് പറയുന്നത്
സോളാർ PV സെല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു സപ്ലൈ വരുന്നുണ്ടാവും. അതുപോലെ വിൻഡ് മില്ല് ഉപയോഗിച്ചിട്ട് ഉള്ളൊരു സപ്ലൈ വരുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ യൂട്ടിലിറ്റി ഗ്രിഡ് ഉപയോഗിച്ചിട്ടും സപ്ലൈ വരുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനെയും കൂടെ ഉപയോഗിക്കാൻ സാധ്യമായ ഇൻവെർട്ടറും മറ്റുമാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് പവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റം നോക്കാം. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനെ സ്റ്റാൻഡ് എലോൺ സിസ്റ്റം എന്ന് പറയുന്നു. കാരണം PV സെല്ലിൽ നിന്നും ലഭിക്കുന്ന ഇലക്ട്രിസിറ്റിയെ മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിസിറ്റി ഒന്നും തീരെ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത്. ഏത് പ്രദേശങ്ങളിലും ഉപയോഗിക്കാവുന്ന സിസ്റ്റമാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം. ഇത് ഓൾസോ കോൾഡ് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം. കാരണം മറ്റ് എനർജികളെ ഒന്നും ആശ്രയിക്കാതെ പ്രവർത്തിക്കുന്നു. ഡിപ്പെൻസ് ഓൺലി സൺലൈറ്റ്. ക്യാൻ വർക്ക് എനിവെയർ, എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഓപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഫ്രം ദ ഗ്രിഡ്, എക്സാമ്പിൾ KSEB, ടു പ്രൊവൈഡ് ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റി. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റിയുടെ ഉൽപ്പാദനത്തിന് ഇത് സ്വന്തമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് തരുന്നത്. അതായത് ഗ്രിഡിൽ നിന്നും സഹായമില്ലാതെ, അതിൻ്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നു. ജനറലി ഡിസൈൻ ടു സപ്ലൈ DC ആൻഡ് ഓർ AC ഇലക്ട്രിക്കൽ ലോഡ്. ഇത് DC മാത്രം തരുന്ന രീതിയിലുണ്ട്, അതേപോലെ DCയും ACയും തരുന്ന രൂപത്തിലുണ്ട്, അതുപോലെ AC മാത്രം അവൈലബിൾ ആക്കുന്ന തരത്തിലും നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഗ്രിഡ് സിസ്റ്റം നോക്കാം. ഡയറക്റ്റ് കപ്പിൾഡ് സിസ്റ്റം. ഇതിനകത്ത് DC മാത്രമേ ഉണ്ടാവുള്ളൂ, AC അവൈലബിൾ അല്ല. നമ്മൾ പറഞ്ഞല്ലോ ഓഫ് ഗ്രിഡിനകത്ത് DC മാത്രം ലഭിക്കുന്ന രീതിയിലുണ്ട്. DCയും ACയും ലഭിക്കുന്ന തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതുപോലെ AC മാത്രം ലഭിക്കുന്ന തരത്തിൽ. അതിൽ DC മാത്രം ലഭിക്കുന്നതാണ് ഡയറക്റ്റ് കപ്പിൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റം വിത്ത് ഇൻവെർട്ടർ. സിസ്റ്റം വിത്ത് ഇൻവെർട്ടർ ആണെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഇൻവെർട്ടറിലേക്ക് കൊടുത്തിട്ട് AC ആക്കുമ്പോൾ അപ്പോൾ നമുക്ക് AC വോൾട്ടേജ് അവൈലബിൾ ആവുന്നു. അതുപോലെ സിസ്റ്റം വിത്ത് ജനറേറ്റർ ബാക്കപ്പ്. നമുക്ക് എല്ലാ സമയത്തും സൂര്യപ്രകാശം ലഭ്യമല്ലല്ലോ. ചില മഴക്കാലങ്ങളിലൊന്നും ഒട്ടും തന്നെ പ്രകാശം കാണില്ല. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ബാറ്ററി അതിനകത്തുണ്ടാവുമല്ലോ, സ്റ്റോർ ചെയ്യാനുള്ള ബാറ്ററി. ആ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനും മറ്റുമായിട്ട് നമ്മൾ ജനറേറ്റർ ബാക്കപ്പ് ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് സിസ്റ്റം വിത്ത് ജനറേറ്റർ ബാക്കപ്പ്. ഇതാണ് ഡയറക്റ്റ് കപ്പിൾഡ് സിസ്റ്റം. ചിത്രത്തിൽ ആകെ നമുക്ക് കാണാം സൺലൈറ്റ് നേരെ PV മോഡ്യൂളിലേക്ക് കൊടുക്കുന്നു, PV മോഡ്യൂളിൽ നിന്ന് DC ലോഡിലേക്ക് കൊടുക്കുന്നു. ഏറ്റവും ലളിതമായ രീതിയിൽ ചെയ്യാവുന്ന സോളാർ ഇലക്ട്രിക് സിസ്റ്റമാണ് ഇത്. അതായത് നമുക്ക് 12 വോൾട്ട് LED ബൾബിൻ്റെ പ്രവർത്തനത്തിനും അതേപോലെ നേരിയ തോതിൽ വെള്ളം പമ്പ് ചെയ്യാനൊക്കെ കുറഞ്ഞ പവറുള്ള മോട്ടോർ ഉപയോഗിച്ച് ദീർഘസമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കാവുന്ന സംവിധാനമൊക്കെ ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. വലിയ ചിലവില്ലാതെ തന്നെ വളരെ ലാഭകരമായ രീതിയിൽ നമുക്ക് വീടുകളിലേക്കുള്ള ആവശ്യത്തിനുള്ള ജലം സംഭരിക്കാൻ ഇത്തരം മോഡ്യൂളുകൾ ഉപയോഗിച്ച് അതായത് ഡയറക്റ്റ് കപ്പിൾഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. എന്താണ്, നമുക്ക് AC അപ്ലയൻസസ് ഒന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. DC ഔട്ട്പുട്ട് ഓഫ് എ PV മോഡ്യൂൾ ഈസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു എ DC ലോഡ്. DC ലോഡിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഇൻ ദ ഡേ ടു സപ്ലൈ ലോഡ് ആസ് ദർ ഈസ് നോ ബാറ്ററി ഫോർ സ്റ്റോറിങ് എനർജി. നമുക്കിതിൽ ബാറ്ററി ഉപയോഗിക്കാത്തത് കൊണ്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് വിത്ത് AC ലോഡ്. ഇത് AC ലോഡിനെ കണക്ട് ചെയ്യാനും സാധിക്കില്ല, അതിൽ ഇൻവെർട്ടർ ഇല്ലല്ലോ. ഓക്കെ,
ഇനി ഈ സിസ്റ്റത്തിൽ സിസ്റ്റം വിത്ത് ഇൻവെർട്ടറാണ്. ഇൻവെർട്ടർ ഉപയോഗിക്കുന്നതോടുകൂടി തന്നെ ബാറ്ററിയും ഇതിനകത്ത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് വരുന്നത്? സൺലൈറ്റ് PV മോഡ്യൂളിലേക്ക് പോയിട്ടുണ്ട്. PV മോഡ്യൂളിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ DC ലോഡും നമ്മൾ PV മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ട്. ഇനി ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് PV മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ചാർജ് കൺട്രോളർ വഴി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. ഈ സ്റ്റോർ ചെയ്ത് വെച്ച ബാറ്ററിയിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ചിട്ട് സൂര്യപ്രകാശം ലഭ്യമല്ലാത്ത സമയത്ത് ഇൻവെർട്ടർ പ്രവർത്തിച്ചിട്ട് AC നമുക്ക് അവൈലബിൾ ആവും. ഇതിൻ്റെ സ്വിച്ചിങ്ങിനൊക്കെ ഉള്ള കണക്ഷൻസൊക്കെ ഇതിനകത്തുണ്ട്. നമ്മൾ ബ്ലോക്ക് മാത്രമാണ് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. ഫസ്റ്റ് സൺലൈറ്റ് PV മോഡ്യൂളിലേക്ക് വന്നു. PV മോഡ്യൂളിൽ DC ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസായി. ഈ DC ഇലക്ട്രിസിറ്റി നമുക്ക് ഡയറക്റ്റായിട്ട് DC ലോഡിലേക്ക് കണക്ട് ചെയ്യാം, ഒന്നാമത്തത്. രണ്ടാമത്തത്, നമ്മളുടെ AC ലോഡ് പകൽ സമയങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിലും PV മോഡ്യൂളിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി നേരെ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്ത് AC ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, PV മോഡ്യൂളിൽ നിന്ന് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ചാർജ് കൺട്രോളർ വഴി കൺട്രോൾ ചെയ്ത DC വോൾട്ടേജ് ബാറ്ററിയിലേക്ക് കൊടുക്കുന്നു. പ്രകാശമില്ലാത്ത സമയത്ത് ബാറ്ററിയിൽ നിന്നുള്ള വോൾട്ടേജ് ഉപയോഗിച്ച് ഇൻവെർട്ടർ പ്രവർത്തിക്കുകയും അതിൻ്റെ ഔട്ട്പുട്ട് AC ലോഡിലേക്ക് കണക്ട് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ. ഇനി മൂന്നാമത്തത് സിസ്റ്റം വിത്ത് ജനറേറ്റർ ബാക്കപ്പ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിനകത്ത് സോളാർ പാനലിനകത്ത് നിന്ന് ചാർജ് കൺട്രോളറിലേക്ക് കൊടുത്തു. ചാർജ് കൺട്രോളറിന് ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻവെർട്ടറിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടറിലേക്ക് ഡയറക്റ്റും കൊടുക്കാം, ബാറ്ററിയിൽ കൂടെയും കൊടുക്കാം. ഇനി ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് DC ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാറ്ററിയിൽ നിന്ന് DC ലോഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതിനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. ഇനി ഒട്ടും പ്രകാശമില്ലാത്ത സന്ദർഭങ്ങളിൽ ബാറ്ററിയിൽ ഒട്ടും ചാർജ് ഇല്ലാത്ത ഒരു അവസ്ഥ വരും. ഈ അവസ്ഥ ഒഴിവാക്കുന്നതിനായിട്ട് അഡീഷണലായിട്ട് നമ്മൾ ജനറേറ്റർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുകയും ചെയ്യാം. ജനറേറ്ററിൽ നിന്ന് ഔട്ട്പുട്ട് ലോഡിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. ഇനി ഗ്രിഡ് ടൈ സിസ്റ്റം, ഓൾസോ കോൾഡ് ഓൺ ഗ്രിഡ് ഓർ യൂട്ടിലിറ്റി ഇൻ്ററാക്റ്റീവ്. അതായത് ഗ്രിഡ് ടൈ സിസ്റ്റത്തിൽ എന്താണ്, KCBയുടെ ലൈനുമായിട്ട് നമ്മൾ ഈ സിസ്റ്റത്തിനെ കണക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളുടെ സോളാർ പാനൽ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വോൾട്ടേജ് നമ്മളുടെ ആവശ്യത്തിലും കൂടുതലാണെങ്കിൽ നമുക്ക് ആ എനർജിയെ KCBക്ക് നൽകാവുന്നതാണ്. അപ്പോൾ അതിനുള്ള കാശ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ KCBയിൽ നിന്നും എടുക്കുന്ന വൈദ്യുതിയും ഈ വൈദ്യുതിയും കൂടെ കണക്കിലെടുത്ത് നമ്മുടെ വൈദ്യുത ചാർജ് വളരെ അളവ് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഓൺ ഗ്രിഡ് ഓർ യൂട്ടിലിറ്റി ഇൻ്ററാക്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്ന സോളാർ ഇലക്ട്രിക് സിസ്റ്റത്തിൽ നമ്മളുടെ ആവശ്യത്തിലും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കുകയാണെങ്കിൽ. അതല്ല എങ്കിൽ പകൽ സമയങ്ങളിൽ നമ്മൾക്ക് വീടുകളിലേക്ക് അധികം ഊർജം ആവശ്യമില്ല. അത്തരം സന്ദർഭങ്ങളിൽ പകൽ സമയത്ത് ഉണ്ടാവുന്ന എനർജി KCBയിലോട്ട് ലൈനിലോട്ട് കണക്റ്റ് ചെയ്യുകയും രാത്രി സമയങ്ങളിൽ നമുക്ക് ആ KCBയിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുകയും ചെയ്യാം. ഈ രണ്ട് രീതിയിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിക്ക് വിലയുണ്ട്, അതുപോലെ നമ്മൾ എടുക്കുന്ന വൈദ്യുതിക്കും വിലയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് പൊക്കോളും. വൈദ്യുതി ചാർജ് നല്ലവണ്ണം കുറയും. Designed to operate in parallel with and interconnected with electric utility grid. Example KCB. നമ്മൾ കേരളത്തിലെ കാര്യമായതുകൊണ്ട് KCB എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇലക്ട്രിസിറ്റി ലൈനുമായിട്ട് പാരലലി കണക്ട് ചെയ്യുന്ന സംവിധാനം. നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. Can be connected in a way that KCB supply will be charging battery in the period of low light intensity. പ്രകാശം കുറയുന്ന സമയത്ത്
KCBയുടെ ലൈനിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് ഓഫ് ഗ്രിഡ് ടൈ സിസ്റ്റം. ഗ്രിഡ് ടൈഡ് വിത്ത് നോ ബാറ്ററി. ബാറ്ററി ഒന്നും കണക്ട് ചെയ്യാതെ ഉള്ള ഗ്രിഡ് ടൈഡ് സംവിധാനം. ഗ്രിഡ് ടൈഡ് വിത്ത് ബാറ്ററീസ് ഫോർ സ്റ്റോറേജ്. നമുക്ക് ബാറ്ററി സ്റ്റോർ ചെയ്ത് വയ്ക്കാം, പിന്നെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. മറ്റേതെങ്ങനെയാണ്, നമ്മൾ ശേഖരിച്ച് വെക്കണേ ഇല്ല, നമ്മൾ ഉണ്ടാക്കുന്നത് മുഴുവൻ ഒന്നുകിൽ നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ലൈനിലോട്ട് കണക്ട് ചെയ്യും. മൂന്നാമത്തത് ഗ്രിഡ് ടൈഡ് വിത്ത് യൂട്ടിലിറ്റി കണക്റ്റഡ് ടു ചാർജ് ബാറ്ററി. ഇപ്പോൾ ഈ ഫിഗർ കാണിച്ചിരിക്കണേ, ഇതിൽ ഒരു സോളാർ പാനലുണ്ട്, പിന്നെ ഗ്രിഡ് ടൈഡ് ഇൻവെർട്ടർ ഉണ്ട്. നേരെ സോളാർ ലൈനിൽ നിന്ന് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കൊടുത്തു. ഇൻവെർട്ടറിൽ നിന്ന് പിന്നെ എവിടേക്കാണ് പോണത്, ഡിസ്ട്രിബ്യൂഷൻ പാനലിലേക്ക് കണക്ട് ചെയ്തു. ഡിസ്ട്രിബ്യൂഷൻ പാനലിൽ നിന്ന് നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലേക്ക് കണക്ട് ചെയ്തു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഗ്രിഡ് ടൈഡ് മീറ്റർ, അതായത് നമ്മൾ ഗ്രിഡിലേക്ക് എത്ര വോൾട്ടേജ്, എത്ര എനർജി കൊടുക്കുന്നുണ്ട്, നമ്മളുടെ സിസ്റ്റം എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന എല്ലാ കണക്കുകളും രേഖപ്പെടുത്തുന്ന ഒരു മീറ്ററാണ് ഗ്രിഡ് ടൈഡ് മീറ്റർ. ഇതിൽ നിന്ന് നേരെ നമ്മളുടെ ഇലക്ട്രിക് ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണ്, കറണ്ട് ഇല്ലാത്ത സമയത്ത്, അതായത് കറണ്ട് കട്ട് ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ എനർജി നമ്മളുടെ സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നും ഇലക്ട്രിസിറ്റി ലൈനിലോട്ട് കണക്റ്റ് ആവും. അപ്പോൾ വല്ല റിപ്പയറിങ്ങിനും വേണ്ടിയൊക്കെ ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മളുടെ എനർജി ചെന്നിട്ട് ആ ടെക്നീഷ്യന്മാരുടെ ജീവൻ അപകടത്തിലാക്കും. സോ ഈ സിസ്റ്റം ഈ ഗ്രിഡുമായിട്ട് കണക്റ്റഡ് ആയ സിസ്റ്റം ആയതുകൊണ്ട് ഇത് കറണ്ട് കട്ടുള്ള സമയത്ത്, പവർ കട്ടുള്ള സമയത്തൊന്നും ഈ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ അപ്ലയൻസിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല. ഇതിൽ ബാറ്ററി ഇല്ലാത്ത സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഈ കാണിച്ചിരിക്കുന്നത് ഗ്രിഡ് ടൈ വിത്ത് സ്റ്റോറേജ് ബാറ്ററിയാണ്. ഇനി അടുത്തത് എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്, യൂട്ടിലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിരുന്ന ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ സോളാർ ഇൻറ്റൻസിറ്റി PV മോഡ്യൂളിലേക്ക് വന്നു. അത് ഇൻവെർട്ടറിലോട്ട് കണക്ട് ചെയ്തു, ട്രാൻസ്ഫർ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്തു, AC ലോഡിലേക്ക് പോയി. ഇനി നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തത് ചാർജ് കൺട്രോളർ വഴി. ചാർജ് കൺട്രോളർ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഈ ചാർജ് കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് ഇൻവെർട്ടറിലേക്ക് പോകുന്നുണ്ട്. എപ്പോഴാണ് സപ്ലൈ, അതായത് സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്ത് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന എനർജി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ഇനി സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്ത് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് യൂട്ടിലിറ്റി സപ്ലൈ ഉപയോഗിക്കാം. അപ്പോൾ ഈ യൂട്ടിലിറ്റി സപ്ലൈ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാർജ് ചെയ്യാം, അതേപോലെ തന്നെ നേരിട്ട് AC ലോഡിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമ്മളുടെ യൂട്ടിലിറ്റി സോഴ്സ് എടുത്തിട്ട് ബാറ്ററി ചാർജ് ചെയ്യാമെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ മറ്റേതിനകത്തുനിന്ന് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.